These are the kids you have to look after. Yeah, I'm looking. എടോ ഞങ്ങൾ ജോലിക്ക് പോകുന്ന സമയത്ത് ഈ കുട്ടികളെ നോക്കലാണ് തന്റെ ജോലി. What? No. എടോ താ പോവണോ? എനിക്കൊന്നും പറ്റൂല. പിന്നെ മനുഷ്യനിവിടെ MBA ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ച് പാസ്സായി ന്യൂസിലാൻഡിൽ ലക്ഷങ്ങൾ മുടക്കി വന്ന് ഈ ഇച്ചിരിയോണം പോകുന്ന പിള്ളേരെ നോക്കാല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഏതിന് പോയി കണ്ടോളാം. അവനെ കണ്ടിട്ട് ഞാൻ കൊടുക്കണ്ട്. എടാ കള്ള ബാബു, മലയാളം നാറി. കള്ള പന്നി, എടുക്കടാ $500. ഈ പിള്ളേരെ നോക്കാൻ വേണ്ടിയാണോ ഞാൻ കഷ്ടപ്പെട്ട് ഇവിടെ വരെത്തിയേ? നീ എവിടെ വരെ എത്തിന്ന്? വന്നിട്ട് 5-6 മാസമായില്ലേ? വല്ല ജോലിയും കിട്ടിയാ? വലിയ MBA-ക്കാരൻ വന്നേക്കുന്നു. എടാ നിന്നെക്കാളും വലിയ MBA-ക്കാർ ഇവിടെ ചെയ്യുന്ന പണി കേട്ടാ നീ ഞെട്ടും. മലയാളി സമയത്തിലെ ഒരു പുള്ളി പറഞ്ഞിട്ട് അതിൻ്റെ കേസ് ഞാൻ ഇടും. എടാ മോനെ, പഠിക്കണ സമയത്ത് ഒരു പാർട്ട് ടൈം ജോബായിട്ട് എടുത്താൽ മതി. അത്യാവശ്യം നിന്റെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ നടന്നു പോകും. എന്നാലും MBA ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി ഞാനൊരു പിള്ളേരെയൊക്കെ നോക്കാന്ന് പറഞ്ഞ ഫസ്റ്റ് ക്ലാസ്സാ? അല്ല, സെക്കൻഡ് ക്ലാസ്. സെക്കൻഡ് ക്ലാസ്സോ? നീയാ? അല്ല, അതിൻ്റെ ഇടയ്ക്ക് സാധനമുണ്ടല്ലോ, ജസ്റ്റ് പാസ്. മാമാ മനുമോനെ, 7 സപ്ലി നീ 2 കൊല്ലം കൊണ്ടല്ലേ എഴുതിയെടുത്തേ. പിന്നെ പോലെ ഒരാൾക്ക് ഈ ജോലി കൂടുതലല്ലേ? എന്നാലും കൂടുതലൊന്നും ചിന്തിക്കണ്ട. 4 മണിക്കൂർ ജോലി ചെയ്താൽ $100 അങ്ങ് തരും. ഈ $100 എന്ന് പറയാൻ നാട്ടിലൊരു 5000. അപ്പൊ 4 മണിക്കൂർ പണിയെടുത്ത് 20,000 രൂപ കിട്ടും. പിന്നല്ല. ശേ, കൂടുതലൊന്നും ചിന്തിക്കണ്ട. നീ പിള്ളേരെ ചക്കട നോക്കൂ, ഞാൻ പേരൻസിനെ വിളിച്ച് പറഞ്ഞേക്കാം. മക്കളെ, മാമൻ വന്നു. എവിടെയാ ന്യൂട്ടിക്ക്? എവിടെ ഈസാപ്പ്? എവിടെയാ? പിന്നെ എന്നാ പഠിക്കണേ? തുടക്കമൊന്നും വലിയ കുഴപ്പമുണ്ടായില്ല. പാരൻസിൻ്റെ സമയത്ത് പിള്ളേരെ നോക്കുക, അവർക്ക് വേണ്ട ഫുഡ് എടുത്ത് കൊടുക്കുക, പിന്നെ ഈ കലിയിക്കണം, ഞൂട്ടിക്കാൻ, ആപ്പി ഇടിപ്പിക്കാൻ, ആപ്പി മാറ്റുക, അങ്ങനെയൊക്കെ. This is my class photos. And this is my teachers. Nice. Show the respect, they are my teachers. Okay. Ooh, so hot, eh? ആരടി അറിഞ്ഞ? നീയാണോടി? നീയാണോ അറിഞ്ഞ? മര്യാദയ്ക്ക് പണിയെടുക്കാൻ സമ്മതിക്കില്ലല്ലോ. ആദ്യ ദിവസങ്ങളിലൊന്നും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ലേ. പക്ഷെ ഓരോ ദിവസവും ചെല്ലുന്തോറും പിള്ളേർ ടെററായി കൊണ്ടിരിക്കുകയായിരുന്നു. അവറ്റകളെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു കളിപ്പാവ പോലെയായിരുന്നു. ആ മീഡിയം സൈസ് പറഞ്ഞാൽ ചെറുതിൻ്റെ നാപ്പി എടുത്ത് എൻ്റെ മുഖത്തേക്ക് ഒരു വലിച്ചെറിഞ്ഞു. നാട്ടിലൊരു MBA-ക്കാരൻ ന്യൂസിലാൻഡിൽ വന്നിട്ട് പിള്ളേരുടെ അപ്പി കോരുന്ന കാര്യം ആലോചിച്ചപ്പോൾ എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നിയിട്ടതേ. പിന്നെ എന്ത് ചെയ്യാനാ, പിടിച്ചെന്നല്ലേ പറ്റൂ. അങ്ങനെ ഇരിക്കും ഒരു ദിവസം. എന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ മാതിരി പരിപാടിക്കൊന്നും പോകരുതെന്ന്. പിന്നെ എന്തോ ഈ കാണിക്കുന്നത് നീ? ഞാൻ എന്ത് ചെയ്തു നീ പറയുന്നേ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്ക് മനസ്സിലാകത്തില്ല എന്തോ ഈ നടക്കുന്നത്. എന്ത് മനസ്സിലാവത്തില്ല നീ പറയുന്നത്? ഇത് എന്നോട് ജോലി ആര് പറഞ്ഞു? എത്ര പറഞ്ഞാലും നിനക്ക് പക്ഷെ നീ കേൾക്കത്തില്ല. എന്തോ കാണുന്നത് എനിക്ക് മടുത്തു. എന്തോ കാണിക്കുന്നത് നീ? നിന്റെ അടുത്ത് എന്നും ഈ കുഞ്ഞിനെ കുറിച്ച് നീ എന്താ ചിന്തിക്കാത്ത? ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും നിനക്കത് മനസ്സിലാകത്തില്ല. നീ എന്ത് കാണിക്കുന്നത്? എത്ര പറഞ്ഞിട്ടാ നിന്നോട് ഈ പറയുന്ന മെസ്സേജ്? Stop! Why are you stopping me? You guys are always fighting
നീ എന്തോ നോക്കിക്കൊണ്ടിരിക്കോടാ, കേറി പോടകത്ത്. ഹലോ അമ്മേ. മോനെ, അച്ഛന് ഓപ്പറേഷനുള്ള പൈസ അയച്ചിട്ടില്ലല്ലോടാ. ഓ അമ്മേ, ഞാനത് മറന്നിട്ടില്ല അമ്മേ. അമ്മ ഇവിടുത്തെ മാഡം ജോലിക്ക് പോയേക്കാണ്. അവർ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ പൈസ തരാമെന്നാ പറഞ്ഞത്. കിട്ടിയ ഉടൻ തന്നെ ഞാൻ അയച്ചേക്കാം അമ്മേ. അമ്മ ഇവിടെ ഈ പിള്ളേർ ഒച്ചപ്പാടും കേളം തുടങ്ങി അമ്മേ. മോനെ, ഞാൻ നാളെ പൈസ അയച്ചേക്കാം. ഞാൻ പോയി നോക്കട്ടെ, ഞാൻ പിന്നെ വിളിക്കാട്ടോ. നിന്നോടൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടില്ലടി, നിന്നോടൊക്കെ മേലെ ഈ മാതിരി സാധനം ആവർത്തിക്കരുത് കേട്ടോ. നിർത്തണം. എന്താണ് നീ കാണിക്കുന്നത്? ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. മാഡം അതല്ല നീ മേലെ ഇവിടെ കണ്ടുപോകരുത്. മാഡം പ്ലീസ്. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ നിന്ന്. മാഡം അതല്ല എടാ ഇറങ്ങി പോവാൻ. മാഡം ഞാൻ എന്താ ഞാനൊന്നും പറയണ്ട. ഇറങ്ങി പോടാ എന്റെ വീട്ടിൽ. ഇറങ്ങി പോയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ പോലീസിനെ വിളിക്കും. ഒന്നും പറയണ്ട. ഇറങ്ങി പോ. തന്നെ വിശ്വസിച്ച് ഇത്രയും തീരുമാനിക്കുന്നത് ഇറങ്ങി പോ എന്റെ വീട്ടിൽ നിന്ന്. ഒന്നുമേ എനിക്ക് കേൾക്കണ്ട. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. ഞാൻ വേറെ ആളെ നോക്കിക്കോളാം. എനിക്ക് തന്റെ ഒരു ആവശ്യമില്ല. ഇറങ്ങിപ്പോ എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒന്നുമേ പറയുന്നത് എനിക്ക് കേൾക്കണ്ട. ഇറങ്ങിപ്പോ. ഇറങ്ങിപ്പോ. എന്നിട്ട് അതോടെ എല്ലാം അവസാനിച്ചോ മനു? ഒരു മലയാളി ആയിപ്പോയില്ലേ മാഡം, അങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റും. അന്നായിരുന്നു ഞാൻ അവസാനമായിട്ട് കരുതി. അതൊക്കെ ഞാൻ കണ്ടു.